നമ്മളിന്നൊരു വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് നോക്കാൻ വേണ്ടിയാണ്. ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പുറത്താണ് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. നമ്മൾ പുറത്ത് വാഷിംഗ് മെഷീൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റ, പല്ലി, പാമ്പ് അങ്ങനെയുള്ള തുടങ്ങിയ ക്ഷുദ്ര ജീവികളൊക്കെ അതിനകത്ത് വെച്ച് കൂട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങനെ പുറത്തിരിക്കുന്ന വാഷിംഗ് മെഷീനൊക്കെ തുറക്കാൻ വരുന്ന ടെക്നീഷ്യന്മാർ ഒരു കരുതൽ വേണം. അതുകൊണ്ട് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഓൺ ആകും, പക്ഷേ ഇതുപോലെ ഓൺ ആകും, ബാക്കി എല്ലാ സ്വിച്ചുകളും വർക്ക് ചെയ്യും, എല്ലാ ഫംഗ്ഷനും സ്വിച്ചുകളെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ പ്രധാനപ്പെട്ട സ്വിച്ചായിട്ടുള്ള സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്വിച്ച് മാത്രം വർക്ക് ചെയ്യില്ല. കുണുക്കോ എന്നുള്ള സൗണ്ട് മാത്രമേ ഇതിലിങ്ങനെ കേട്ടോണ്ടിരിക്കത്തുള്ളൂ. കംപ്ലൈന്റ് ബോർഡ് കംപ്ലൈന്റ് ആണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ബോർഡ് മാറാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ കാണിക്കുന്നത്. ആദ്യം പ്ലഗ് ഓഫ് ചെയ്യുക. നിങ്ങളിത് സ്വന്തമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊച്ചു കുട്ടികൾ ഇതൊന്നും കൈകാര്യം ചെയ്യരുത്. കാരണം ഡയറക്റ്റ് പവർ സപ്ലൈ ആണ്, 230 വോൾട്ട് പവർ സപ്ലൈ ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് കൊച്ചു കുട്ടികളൊന്നും ഇത് കൈകാര്യം ചെയ്യരുത്. ഇതിനായിട്ട് നമുക്ക് വാഷിംഗ് മെഷീന്റെ ബോർഡ് നമുക്ക് മാറാം. അതിനായിട്ട് ബോർഡ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒറിജിനൽ ബോർഡല്ല, സാംസങ്ങിന്റെ ഒറിജിനൽ ബോർഡല്ല. നമുക്കിപ്പം കാശൊക്കെ കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക, ബോർഡ് പുറത്തുനിന്ന് വാങ്ങിക്കുക. കമ്പനിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കമ്പനി ടെക്നീഷ്യന്മാർ വന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പെർഫെക്ഷൻ ആകുന്നത്. ഇതിപ്പോൾ നമ്മൾ അതുപോലെയുള്ള ഒരു ബോർഡ് തന്നെ നമ്മൾ മാറാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ നമുക്ക് തുറക്കാം. എന്നിട്ട് ബോർഡ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ വാഷിംഗ് മെഷീനിൽ ഇതിന്റെ മുൻവശത്താണ് ബോർഡ് ഇരിക്കുന്നത്. ചില വാഷിംഗ് മെഷീന്റെ പുറകു വശത്ത് ഇവിടെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ബോർഡ് വരുന്നത്. ഈ വാഷിംഗ് മെഷീനിൽ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ 2 ബുഷ് ഉണ്ട്. ശരിക്കും ഈ ബുഷ് വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറി ഇവിടുത്തെ സ്ക്രൂ തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ 2 റബ്ബർ ബുഷ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കാം. റബ്ബർ ബുഷ് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്ക്രൂ ഒക്കെ ആകപ്പാടെ തുരുമ്പിച്ച് ഇല്ലാതായി പോയിട്ടുണ്ട്. നമുക്ക് 2 സ്ക്രൂ ഉണ്ട്. 2 സ്ക്രൂവും നമുക്ക് ഇളക്കാം. ചില വാഷിംഗ് മെഷീനിൽ ഒന്നിൽ ഈ സൈഡിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഈ സൈഡിലായിരിക്കും ബോർഡ് ഇളക്കാനുള്ള സ്ക്രൂ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ തുറക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം തുറക്കാൻ. പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തിരിക്കുന്ന വാഷിംഗ് മെഷീൻ, പുറത്തായാലും അകത്തായാലും ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഗ്യാപ്പുകളിലെല്ലാം പാമ്പെല്ലാം കയറി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഒരിക്കൽ മുന്നേ തുറന്നതാണ്, റിപ്പയർ ചെയ്യാൻ വേണ്ടി തുറന്ന് നോക്കിയ PCB ആണ്. അതുകൊണ്ട് എല്ലാ സ്ക്രൂ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇത്രയും സ്ക്രൂ നമ്മൾ ഇളക്കുക. ഇതിലിപ്പോൾ 2 സ്ക്രൂ മാത്രമേ നമ്മൾ നിലവിലിട്ടിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ബോർഡ് ഫ്രീ ആകും. ഈ സാധനം വളരെ സൂക്ഷിച്ച് നമുക്ക് വെച്ചേക്കണം. തറയിലൊന്നിട്ട് പൊട്ടിക്കളയാതെ പിന്നെ കിട്ടത്തില്ല സാധനം വയ്ക്കാൻ വേണ്ടി. വലിയ ബുദ്ധിമുട്ടാണ്. 1 2 3 4 5 6 7 8 ഇത്രയും കണക്ഷൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. വാഷിംഗ് മെഷീൻ, സാംസങ്ങിന്റെ വാഷിംഗ് മെഷീനിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് കണക്ഷനിൽ മാത്രമേ നമുക്കിതിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരു കണക്ഷനിലേക്ക് മാറി പോകത്തില്ല. നമ്മളിതാ ഇത് ഓരോന്നോരോന്നായിട്ട് ഇളക്കുകയാണ്. ഇത്തിരി ടൈറ്റ് ആയിരിക്കും. 1 2, അത് കഴിഞ്ഞ് ഇതുവഴി ഇങ്ങനെ എടുക്കുക. 3 ഇത്രയും കണക്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ കഴിയും. ഇത് ഊരിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. സൂം ചെയ്തു. ഇതിലൊരു ലോക്ക് ഉണ്ട്. ആ ലോക്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ അവസാനം എടുത്തത് അത് മാത്രമാണ് ഇത്തിരി ഊരിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. ഇത് നമ്മൾ പഴയ ബോർഡാണ്. നമ്മൾ പുതിയ ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഓർഡറിൽ, ഇപ്പൊ വയറിംഗ് കിറ്റ് വരുന്ന അതേ ഓർഡറിൽ അത് തന്നെ കൊടുത്താൽ മതി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തില് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട ഇവിടെയും നമ്മളൊന്ന് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വാഷിംഗ് മെഷീൻ, TV അങ്ങനെയുള്ളതൊക്കെ റിപ്പയർ പഠിക്കാനാണ് താല്പര്യമുണ്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് പാലക്കാട് ടൗണിൽ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. എൻ്റെ നമ്പർ ഡീറ്റെയിൽ എല്ലാം ഞാൻ
വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം, അറിയായിട്ട് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തൂടെ ഇങ്ങനെ എടുക്കുക, അടുത്ത കണക്ഷൻ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക, അടുത്ത കണക്ഷനും കൊടുക്കുക. ലാസ്റ്റ് കണക്ഷൻ. ഇത്രയും കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഈ സാധനത്തിന് ആവശ്യമില്ല, നമ്മൾ അതിനെപ്പറ്റി ദൂരെ അറിയുന്നു. നമ്മൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഇത്രയും ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അതിനായിട്ട് പ്ലഗ് നമ്മൾ കൊടുക്കുകയാണ്. പ്ലഗ് കൊടുത്തു, ഓണായിട്ടുണ്ട്, സപ്ലൈ വന്നിട്ടുണ്ട്, ലൈറ്റ് കത്തി. നമ്മൾ ഇതിലാണ് ബോർഡ് വെക്കുന്നത്. ഇതിലെ പവർ സ്വിച്ച് ഇതാണ് വരുന്നത്. ഓണായിട്ടുണ്ട്. നമ്മൾ ഒന്ന് സ്റ്റാർട്ട് കൊടുത്ത് നോക്കുകയാണ്. നല്ല മനോഹരമായിട്ട് കറങ്ങുന്നുണ്ട്. വെള്ളം എടുക്കുന്നുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. നമ്മൾ ഈ ബോർഡ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ലോക്കലി പോയി ബോർഡ് വാങ്ങിക്കുമ്പോൾ, നമ്മൾ സ്വന്തമായിട്ട് പോയി ബോർഡ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 2 ടൈപ്പ് ബോർഡ് വരുന്നുണ്ട് ഇതിൽ. ഒന്ന് നമ്മൾ ഒറിജിനൽ ബോർഡ് വാങ്ങിക്കുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലോക്കലി വാങ്ങിക്കുന്ന ബോർഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളായിട്ട് തന്നെ പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി ഉള്ള ബോർഡ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ സപ്ലൈ ഫെയിലിയർ ആകുക, കറണ്ട് പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ബാക്കി ഫംഗ്ഷൻ നടക്കത്തില്ല. പിന്നെ നമ്മൾ ഒന്നും കൂടെ പോയി സ്റ്റാർട്ട് കൊടുക്കണം. ഫുള്ളി ഓട്ടോമാറ്റിക് എന്നുള്ള ഒരു പദം അവിടെ ഇല്ലാതായി പോവുകയാണ്. ഇതാകുമ്പോഴത്തേക്ക് ഇപ്പൊ മെമ്മറി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോഗ്രാം, ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ മുതലുള്ള ബാക്കി പ്രോഗ്രാം ആയിരിക്കും നടക്കുന്നത്. നമുക്ക് തിരിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യാം. ഇതില് ലോക്കുകളുണ്ട്. ആ ലോക്ക് രണ്ടും ഇതിനകത്താണ് വീഴേണ്ടത്. ഈ ഹോളുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. സ്ക്രൂ ഇടാനുള്ള ഹോളുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഹോളുകളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടെ സ്ക്രൂകളെല്ലാം ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് ഹിറ്റൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. മിച്ചം നമുക്ക് 2 സ്ക്രൂ വന്നിട്ടുണ്ട്. ആ 2 സ്ക്രൂ നമുക്ക് ഇടേണ്ടത് ഇവിടെ 2 ഇടേണ്ടത്. അടയ്ക്കുന്നത് ഇവിടെ ഇങ്ങനെ ലോക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മൾ വളരെ വൃത്തിയായിട്ട് അടച്ചിട്ടുണ്ട്, ഗ്യാപ്പൊന്നുമില്ല. കറണ്ടി കൊടുക്കാനുള്ള സാധനമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ വീട്ടുകാർ കൈകാര്യം ചെയ്യാനുള്ളത്. കൂടുതലും സ്ത്രീകളായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അത് ഉണ്ടാകരുത്. നമ്മൾ ടാപ്പ് കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓണാക്കുകയാണ്. പവർ ഓണായി. നേരത്തെ കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. ബോർഡിൽ ചെറിയ കളർ വ്യത്യാസമുണ്ട്. ഈ ലൈറ്റിൻ്റെ കളർ നേരത്തെ നീലയായിരുന്നു, ഇപ്പം വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് വാട്ടർ ലെവൽ എല്ലാ ബട്ടൺസും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ലോക്കൽ ബോർഡ് ആയതുകൊണ്ടാണ് നേരത്തെ നമുക്ക് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ആ സൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ടാണ് കേൾക്കുന്നത്. ഓണാക്കുമ്പോൾ ബീപ്പ് സൗണ്ടാണ്. മറ്റേ സാംസങ്ങിൻ്റെ ആയിരുന്നപ്പോൾ കുറച്ചും കൂടെ മ്യൂസിക് ആയിട്ടുള്ളൊരു സൗണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്.
ഡ്രമ്മ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്. എല്ലാം ഇനി കസ്റ്റമർ അടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിൽറ്ററുണ്ട്. ഫിൽറ്റർ ഇളക്കി ക്ലീൻ ചെയ്തിട്ട് വർഷങ്ങളാവണമെന്ന് തോന്നുന്നു. വാഷിംഗ് മെഷീൻ വാങ്ങിച്ച സമയത്ത് ക്ലീൻ ചെയ്തതാണോ? ഇതെല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ഫിറ്റ് ചെയ്യണം. നമുക്കത് ക്ലീൻ ചെയ്യാം, പിന്നീട് അത് ക്ലീൻ ചെയ്തേക്കാം. നമുക്കിത് നിലവിൽ വർക്കിംഗ് ആണോ നോക്കാം. അപ്പം വാട്ടർ ലെവൽ 1 ഇപ്പോൾ വാട്ടർ ലെവൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വെള്ളം നിറയട്ടെ. നമ്മളിപ്പം വാഷിംഗ് മെഷീൻ ശരിയാക്കിയ സ്ഥലം എന്ന് പറയുന്നത് പുറകിൽ കുറ്റിക്കാട് പോലത്തെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അതുമല്ല ഈ പരിസരം എന്ന് പറയുന്നത് ഓപ്പൺ ഏരിയ ആണ്. എന്താ കുറേ ആക്രി സാധനങ്ങളൊക്കെ പറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് പാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കുക, ശ്രദ്ധിക്കുക. ഇത് ടെക്നീഷ്യൻ മാത്രമല്ല ഇത് ശ്രദ്ധിക്കേണ്ടത്, സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എടുത്തു പറയുന്നു, കൊച്ചു കുട്ടികൾ ഇതുപോലെ ഈ കണ്ടതുപോലെ ചെയ്യാൻ ശ്രമിക്കരുത്. അത്യാവശ്യം ഇലക്ട്രോണിക്സ് പരമായിട്ട് അറിയാമെന്നുള്ള കുറച്ചെങ്കിലും ഗ്രാഹ്യമുള്ള ആൾക്കാർ മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. ഇത് കഴിവതും വീഡിയോ ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ. ഇതുപോലുള്ള ഉപകരണങ്ങളായിട്ടുള്ള വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് യൂണികെയർ എന്ന് പറയുന്ന പാലക്കാടിൽ ഉള്ള സ്ഥാപനം. ഞാൻ കാര്യങ്ങളെല്ലാം അഡ്രസ്സ്, ഫോൺ നമ്പർ, ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. താഴെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ ചുരുങ്ങിയ ചിലവിൽ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ റിപ്പയർ ചെയ്യാൻ പഠിക്കുകയും കൂടാതെ പഠിച്ച് ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ജോലി കിട്ടുന്ന ഒരു അവിടെ തന്നെ നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടിയെന്ന് വരാം. കാരണം സാംസങ്ങിൻ്റെയും ബോഷിൻ്റെയും ഷാർപ്പിൻ്റെ എല്ലാം ഓതറൈസ് സർവീസ് സെൻ്ററാണത്. അവിടെ തന്നെ നമുക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റ് സർവീസ് സെൻ്ററുകളിൽ അവർക്ക് എല്ലാ ബ്രാൻഡുകളുമായിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള ഓതറൈസ് സർവീസ് സെൻ്ററുകളുമായിട്ടും ടൈപ്പ് ഉള്ളൊരു കമ്പനിയാണത്. അതുകൊണ്ട് എവിടെ നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ നാട് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ജോലി തരപ്പെടുത്തുന്നതായിരിക്കും. അപ്പം വേണമെന്നുള്ളവർ താല്പര്യമുള്ളവർ ഇപ്പം കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇതിന് വലിയ ഡിഗ്രി കാര്യങ്ങളൊന്നും വേണ്ട. 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്നുള്ള, ഇലക്ട്രോണിക്സിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നാൽ മാത്രം മതി ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ യൂണികെയർ എന്ന് പറയുന്ന സ്ഥാപനം ട്രെയിനിങ് തരുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡോർ തുറന്നപ്പോൾ DC എന്ന് പറയുന്ന എറർ കാണിച്ചിട്ടുണ്ട്. കറങ്ങുന്നുണ്ട്. വളരെ വൃത്തിയുള്ള ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് അകംവശം കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി സ്പിന്നും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ബോർഡിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. വെള്ളം എടുക്കുന്നുണ്ട്, സെൻസർ വർക്ക് ആകുന്നുണ്ട്. അതായത് വെള്ളം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ആകുന്നത് വർക്ക് ആകുന്നുണ്ട്. പിന്നെ ഡ്രം കറങ്ങുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. നമുക്കിനി സ്പിന്നൊന്ന് കൊടുത്ത് നോക്കാം. ഡ്രെയിൻ വർക്ക് ആവുന്നുണ്ടോ, സ്പീഡിൽ കറങ്ങുന്നുണ്ടോ ഇല്ലെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് സ്പിന്ന് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. കുറഞ്ഞു തുടങ്ങി. നമുക്ക് വാട്ടർ ലെവൽ തീർന്ന് അതുവരെ ഞാൻ ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. ഇനി കറങ്ങി തുടങ്ങുമ്പോൾ ബാക്കി ഞാൻ വീഡിയോ എടുക്കാം. വെള്ളമെല്ലാം പോയിട്ടുണ്ട് അതിനകത്തുനിന്ന്. ഇനി ഇവിടെ ടൈം മാറും. 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 8 നിന്ന് മാറി 7ലേക്ക് ആകുമ്പോഴത്തേക്കും ഡ്രമ്മ് കറങ്ങി തുടങ്ങും. അതും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോർഡ് മാറിയ ആ ഒരു യജ്ഞം വിജയകരമായി അവസാനിച്ചു എന്ന് നമുക്ക് പറയാം. 7 മിനിറ്റ് ആയപ്പോഴത്തേക്കും കറങ്ങാൻ തുടങ്ങി. നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീനും ഇതുപോലെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ബോർഡ് മാറാൻ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.